ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ഷേത്രത്തിൽ ഗംഗയും വീട്ടുകാരും എത്തി. വിനീത് മാത്രം എത്തിയിട്ടില്ല. മുഹൂർത്തത്തിനുള്ള സമയമാകുന്നു. ശാരദയും കാവേരിയും ഗംഗയും ഒക്കെ ടെൻഷനിലാണ്. കാവേരിയോട് വിനീതിനെ ഫോൺ ചെയ്തു നോക്കാൻ പറയുന്നുണ്ട് ശാരദ. ഫോൺ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ നിവിനെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട്. നിവിനെ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എല്ലാവരും ആകെ ടെൻഷനായി. ഇനി അവസാന നിമിഷം വിനീതും കാലുമാറിയോ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ ജയപാലൻ വരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വിനീതിനെ അവിടെ എങ്ങും കാണാനില്ല. സന്തോഷമായി ജയപാലന്. ചെറുക്കൻ വന്നിട്ടില്ല എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ ജയപാലന് വളരെ സന്തോഷമായി. ജയപാലൻ ശാരദയുടെ അടുക്കൽ വന്ന്, ചെറുക്കൻ എത്തിയില്ല അല്ലേ, അവൻ വരില്ല, അവനും ഇത് വേണ്ടാന്ന് തോന്നിക്കാണും. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവളുടെ കല്യാണം മുടങ്ങുന്നത്. ഇത് മുടങ്ങിയാൽ താഴെയുള്ളവരുടെ കല്യാണവും നടക്കില്ല എന്നൊക്കെ ജയപാലൻ പറയുന്നത് കേട്ട് ഗംഗ അവിടെ നിന്നും പതുക്കെ പുറകിലേക്ക് മാറി കുന്നിന്റെ മുകളിലേക്ക് നടന്നെടുക്കുന്നു. തന്റെ കാരണം കൊണ്ട് താഴെയുള്ളവർക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. താൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നോർത്ത് താഴേക്ക് ചാടാൻ ഒരുങ്ങുന്ന ഗംഗയെ വിനീത് രക്ഷപ്പെടുത്തുന്നു. വിനീതിനെയും വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തി വിനീത്. അതേസമയം ആരും തിരിച്ചു പോകാതെ പരമാവധി പറഞ്ഞു നിർത്താൻ കാവേരി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം നടന്നു. എല്ലാവർക്കും സന്തോഷമായി. ജയപാലൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സംഘടനത്തിനൊടുവിൽ അവർ ഒന്നിച്ചു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ഷേത്രത്തിൽ ഗംഗയും വീട്ടുകാരും എത്തി. വിനീത് മാത്രം എത്തിയിട്ടില്ല. മുഹൂർത്തത്തിനുള്ള സമയമാകുന്നു. ശാരദയും കാവേരിയും ഗംഗയും ഒക്കെ ടെൻഷനിലാണ്. കാവേരിയോട് വിനീതിനെ ഫോൺ ചെയ്തു നോക്കാൻ പറയുന്നുണ്ട് ശാരദ. ഫോൺ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ നിവിനെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട്. നിവിനെ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എല്ലാവരും ആകെ ടെൻഷനായി. ഇനി അവസാന നിമിഷം വിനീതും കാലുമാറിയോ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ ജയപാലൻ വരുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വിനീതിനെ അവിടെ എങ്ങും കാണാനില്ല. സന്തോഷമായി ജയപാലന്. ചെറുക്കൻ വന്നിട്ടില്ല എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ ജയപാലന് വളരെ സന്തോഷമായി. ജയപാലൻ ശാരദയുടെ അടുക്കൽ വന്ന്, ചെറുക്കൻ എത്തിയില്ല അല്ലേ, അവൻ വരില്ല, അവനും ഇത് വേണ്ടാന്ന് തോന്നിക്കാണും. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവളുടെ കല്യാണം മുടങ്ങുന്നത്. ഇത് മുടങ്ങിയാൽ താഴെയുള്ളവരുടെ കല്യാണവും നടക്കില്ല എന്നൊക്കെ ജയപാലൻ പറയുന്നത് കേട്ട് ഗംഗ അവിടെ നിന്നും പതുക്കെ പുറകിലേക്ക് മാറി കുന്നിന്റെ മുകളിലേക്ക് നടന്നെടുക്കുന്നു. തന്റെ കാരണം കൊണ്ട് താഴെയുള്ളവർക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. താൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നോർത്ത് താഴേക്ക് ചാടാൻ ഒരുങ്ങുന്ന ഗംഗയെ വിനീത് രക്ഷപ്പെടുത്തുന്നു. വിനീതിനെയും വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കൃത്യസമയം